സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ രാജ്യത്തിനും അതാതിൻ്റെ സംസ്കാരമുണ്ട്. ആ രാജ്യത്തിൻ്റെ പൈതൃകമനുസരിച്ചുള്ള ഒരു സംസ്കാരം, ആ സംസ്കാരം അവർ വളർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു. നമ്മുടെ രാജ്യമായ ഇന്ത്യക്കും അതിൻ്റേതായ ഒരു സംസ്കാരമുണ്ട്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നതിന് മുൻപ് അനേക നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ഓരോ നാട്ടുരാജ്യത്തിനും അതാതിൻ്റേതായ സംസ്കാരവും ഉണ്ടായിരുന്നു. അവിടെയുള്ള നാട്ടുരാജാക്കന്മാരുടെ ഭരണമനുസരിച്ച് ആ സംസ്കാരത്തിന് വൈവിധ്യങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ ദീർഘനൂറ്റാണ്ടുകളായി ഇന്ത്യയിലേക്ക് കച്ചവടത്തിനും മറ്റുമായി വന്നു പോയിട്ടുള്ള ധാരാളം ആളുകൾ അവരുടെയൊക്കെ രാജ്യത്തെ സംസ്കാരത്തിൻ്റെ അംശമെങ്കിലും നമ്മുടെ രാജ്യത്തേക്ക് പടർന്നു കയറിയിട്ടുണ്ട്. കാലങ്ങൾ മാറി മാറി വരുന്തോറും പുരോഗമനപരമായ പല കാര്യങ്ങളും ഓരോ രാജ്യത്തെയും സംവിധാനങ്ങളിലേക്ക് കയറി വരാറുണ്ട്. അതായത് ഓരോ രാജ്യവും ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ മാനിഫെസ്റ്റോ അനുസരിച്ചുള്ള ഭരണക്രമവും സംവിധാനങ്ങളും രാജ്യത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ അവരാഗ്രഹിക്കുന്നു. ഓരോ രാജ്യവും ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് ആ രാജ്യത്തെ മനുഷ്യവിഭവശേഷി എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. അതിനനുസരണമായിട്ടാണ് അവരുടെ കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നത്. പല രാജ്യങ്ങളും രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കാരണം ഭരണകർത്താക്കൾ തങ്ങളുടെ ഭരണത്തോട് ജനങ്ങൾക്ക് ആഭിമുഖ്യമുണ്ടാകുന്നതിന് വേണ്ടി കൊച്ചു കുട്ടികളെ മുതൽ സ്വാധീനിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ ഒട്ടുമിക്ക രാജ്യങ്ങളും അവരുടെ കുട്ടികളെ ചിട്ടകൾ പഠിപ്പിക്കുന്നതിൽ നിന്ന് ഒട്ടും മാറി നിൽക്കുന്നില്ല എന്നും കാണുവാൻ സാധിക്കും. അമേരിക്കയിലാണെങ്കിൽ കുട്ടികളെ ചെറിയ ക്ലാസ്സുകളിൽ ചിട്ടയായ ജീവിതത്തെ നന്നായി പരിശീലിപ്പിച്ചെടുക്കുന്ന സമ്പ്രദായമാണുള്ളത്. കൊച്ചു ക്ലാസ്സുകളിൽ കുട്ടികൾ ക്ലാസ്സിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും എല്ലാം കൃത്യമായി അസൈൻ ചെയ്തിരിക്കുന്ന രീതി അനുസരിച്ച് തന്നെയാണ് നടപ്പിലാക്കുന്നത്. മുതിർന്ന ക്ലാസ്സുകളിലേക്ക് വരുന്തോറും അവരുടെ പാഠ്യ പ്രവർത്തനങ്ങളിൽ വ്യത്യാസമുണ്ടാകുന്നു. ജോലിയുടെ മഹത്വം അവരെ പഠിപ്പിക്കുന്നു. അവർ പഠനത്തോടൊപ്പം ജോലി ചെയ്യുവാൻ അവരെ പ്രാപ്തരാക്കുന്ന സമ്പ്രദായമാണുള്ളത്. അതോടൊപ്പം തന്നെ പഠിച്ചില്ല എങ്കിൽ രക്ഷയില്ല എന്നുള്ള ഒരു കാര്യവും ഗൗരവതരമായി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. കുട്ടികൾക്ക് അവരവരുടെ മേഖല തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പഠനത്തിലായിരുന്നാലും ജോലിയിലായിരുന്നാലും അവർക്ക് അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളും ധാരാളമാണ്. പഠനം കഴിയുന്ന കാലമാകുമ്പോഴേക്ക് അവരെല്ലാവരും നന്നായി അധ്വാനിക്കുന്നവരായി തീരുന്നു. ഇവിടെ എല്ലാവരും ജോലി ചെയ്യുന്നവരാണ്. രാഷ്ട്രീയക്കാരായിരുന്നാലും ജോലി ചെയ്തെങ്കിലേ അവരുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ജോലി ചെയ്യുന്നു. അതിൽ രാഷ്ട്രീയക്കാരെന്നോ മറ്റുള്ളവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ജോലി ചെയ്യുന്നു. അങ്ങനെ ഓരോ രാജ്യത്തിനും അതതിൻ്റേതായിട്ടുള്ള സംസ്കാരവും അതതിൻ്റെ സംവിധാനങ്ങളുമുണ്ട്. രാജ്യം അഭിവൃദ്ധിയിലേക്ക് വരണമെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് സമൂഹത്തിൻ്റെ ഗുണത്തിനു വേണ്ടിയുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഒരു സംസ്കാരം പടുത്തുയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുമ്പോഴാണ് രാജ്യം വികസിത രാജ്യമായി തീരുന്നത്. ദൈവവചനം പറയുന്നതനുസരിച്ച് ദൈവരാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്, അതിൻ്റേതായിട്ടുള്ള നിയമാവലികളുണ്ട്. അങ്ങനെ സ്വർഗരാജ്യത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ കർത്താവായ യേശുക്രിസ്തു ഉപമകളിലൂടെ ശിഷ്യന്മാരോടും പുരുഷാരത്തോടും പറഞ്ഞതായി നാം വായിക്കുന്നുണ്ട്. അങ്ങനെ ഉപമകളിലൂടെ താൻ പ്രസ്താവിച്ച കാര്യങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളായി തിരുവെഴുത്ത് നമുക്ക് സമ്മാനിക്കുന്നു. ദൈവരാജ്യം നിശ്ചയമായും ഉള്ളത് തന്നെയാണ് എന്ന് ദൈവവചനം അടിവരയിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പലരും പഠിപ്പിക്കുന്നത് സ്വർഗവും നരകവും ഇല്ല എന്നാണ്. എന്നാൽ ദൈവവചനം വളരെ കൃത്യമായി നമ്മോട് പറയുന്നത് സ്വർഗമുണ്ട്, നരകവുമുണ്ട് എന്നുള്ളതത്രേ. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി തീരുവാൻ സാധിക്കുന്നത്? പാപിയായ മനുഷ്യൻ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല. എന്നാൽ അവൻ്റെ പാപാവസ്ഥയിൽ നിന്ന് അവനെ മാറ്റി അവനെ വിശുദ്ധനും നിഷ്കളങ്കനുമാക്കി ദൈവരാജ്യത്തിൻ്റെ അവകാശിയാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. അവിടുത്തെ മരണ പുനരുദ്ധാനങ്ങളിലൂടെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് രക്ഷ എന്ന് പറയുന്നത്. ആ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി തീരാൻ സാധിക്കും. അല്ല എങ്കിൽ നിത്യമായ നരകാഗ്നിക്ക് വിധിക്കപ്പെടും. വാസ്തവത്തിൽ ദൈവം നരകാഗ്നി ഒരുക്കിയത് മനുഷ്യർക്ക് വേണ്ടിയല്ല, പ്രത്യുത പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയിട്ടാണ്. എന്നാൽ ക്രിസ്തുവിലൂടെയുള്ള സൗജന്യമായ രക്ഷ നിരസിക്കുന്ന ഏതൊരു വ്യക്തിയും ആ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടും എന്ന് ദൈവവചനം പറയുന്നു. താങ്കളുടെ നിത്യത താങ്കൾ എവിടെ കഴിക്കും? യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവരാജ്യത്തിന്റെ അവകാശിയായി തീരുവാൻ കർത്താവ് താങ്കളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. സ്നേഹസ്വരൂപനാം ദൈവത്തിൻ സ്നേഹവാക്കുകൾക്ക് കാതോർക്കാം, മറക്കാതെ ശ്രവിക്കാം. സ്വർഗീയ നാമം, The Heavenly Voice. രക്തം
ചൊരിഞ്ഞേശു ക്രൂശിൽ യാഗമായി, രക്ഷയിന്നേവർക്കും നൽകുന്നു ദാനമായി. രക്തം ചൊരിഞ്ഞേശു ക്രൂശിൽ യാഗമായി, രക്ഷയിന്നേവർക്കും നൽകുന്നു ദാനമായി. കൃപയുടെ പേടകം അടയുവാൻ കാലമായി, കഷ്ടത്തിൻ പേമാരി പെയ്തിടാൻ കാലമായി. കൃപയുടെ പേടകം അടയുവാൻ കാലമായി, കഷ്ടത്തിൻ പേമാരി പെയ്തിടാൻ കാലമായി. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം.